ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. അങ്ങോട്ടല്ല, ബോംബെക്കാണ്. 4 മണിക്കാണ് ട്രെയിൻ. 3 മണിയായി ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇനി അവിടെ പോയി ബോംബെയിലെ വിശേഷങ്ങൾ. ഈ സ്റ്റേഷനൊക്കെ ആകെ മാറിയിട്ടോ. ഇത് കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷനാണ്. ഫ്രണ്ട് സൈഡൊക്കെ കംപ്ലീറ്റ് കണ്ട. ഫുൾ പണി കഴിഞ്ഞിട്ടില്ല, പക്ഷെ പെട്ടെന്നായിരുന്നു. ഒരു 2-4 മാസം കൊണ്ട് ഇങ്ങനെ ആക്കി തീർത്തു. ഇപ്പോൾ നല്ല മറ്റേത് ഇവിടെ ആകെ കൺജസ്റ്റഡ്, എല്ലാം നല്ല സ്റ്റൈലായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ റീലെടുക്കുക. ഇതാണ് ഫറൂഖ് പാലം. നല്ല ക്ലീൻ വെള്ളം അല്ലേ. ഉച്ചയ്ക്കോ? ഇവിടെ ഒരാളില്ല കേട്ടോ. എവിടുന്ന കയറണോ? ആളുണ്ടാവില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ വെക്കേഷനല്ല, എല്ലാവർക്കും പരീക്ഷ. പിന്നെ ഇപ്പോൾ നോമ്പ് തുടങ്ങി. ഇപ്പോൾ ആരും ഇറങ്ങാനുള്ള ഇതായിട്ടില്ല. ഏപ്രിൽ ഒക്കെ ആവണം എല്ലാവരും ഒന്ന് ടൂറും പിന്നെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാം. ഞങ്ങളുടെ അടുത്തൊന്നും ആളില്ല. പക്ഷെ ട്രെയിനിൽ ഇരുന്നിട്ടുള്ള ഈ ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രത്യേക രുചിയല്ലേ. വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. അതെ, ഇങ്ങനെ ഫ്രീ ആയിട്ട് വേറെ വന്നിട്ടില്ല അല്ലേ. ഒരു കാലത്തിന് ശേഷമാണ്. പനവേലിൽ ഇറങ്ങി നമ്മുടെ മിത്തുട്ടി രമേശും അവിടെ മിത്തുട്ടി കാത്തു നിന്നിരുന്നു കേട്ടോ. സ്റ്റേഷനിൽ ഒരു 1.5 മണിക്കൂർ ലേറ്റാണ്. നല്ല ടൈമിങ്ങിൽ വന്നിരുന്ന, പിന്നെ എന്താ അറിയില്ല, രാത്രി ലേറ്റ് ആയി പോയി. ഹാഫ് ആൻ അവർ ലേറ്റ്. 12:30 ടൈം. ഞങ്ങൾക്ക് വിശപ്പൊന്നുമില്ല കേട്ടോ. മിത്തുകുട്ടിക്ക് ഭയങ്കര വിശപ്പാണ്. അവിടെ സൊപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടിയിരിക്കല്ലേ. ഇനിയിപ്പോ മുത്തച്ഛന് കഥയൊക്കെ പറഞ്ഞുതരാം. ഇനി മുത്തശ്ശന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളാണ് കേട്ടോ മുത്തു. അതിനിപ്പോ അമ്മ ഓൾറെഡി ക്യാമറ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ ചെല്ലുമ്പോ ഞങ്ങൾക്ക് റോളില്ല. ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ പഠിക്കാണ്ടിട്ടാ പഠിച്ചു. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വന്നു കഴിഞ്ഞിട്ടല്ലായിരുന്നു ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട്. അച്ഛന്റെ ഇതില് ഭയങ്കര കോട്ടൊക്കെ എഴുതിയിട്ട് രാവിലെ. പക്ഷെ എന്താ ഇവിടുന്ന് പോയാ പിന്നെ അത് ഇതില്ല. അപ്പൊ അവള് പറയുന്ന ചെയ്തു, ഇനി ഫോളോവേഴ്സ് കൂടില്ല കേട്ടോ, ഒന്നും ചെയ്യില്ല. എന്താണിത്? സാധാരണ ഞാൻ മാത്രമാണ് അവര് വരുമ്പോ എടുക്കാറ്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അച്ഛൻ ഇന്നെ എടുക്കണു അച്ഛന്റെ ചാനലിലേക്ക്. ഗുഡ് മോർണിംഗ്. ഒന്ന് ബോംബെയിൽ വന്നിട്ട് അടുക്കള ഒന്ന് മാറിട്ടോ. അപ്പൊ ആദ്യത്തെ ഷൂട്ടിംഗ് ആണ്. അപ്പൊ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇടിച്ചക്കയാണ് ഇത്. അപ്പൊ അത് ഇന്നലെ ഉപ്പേരി ഉണ്ടാക്കി, അതിന്റെ ബാക്കി. അപ്പൊ അവൾക്ക് സാമ്പാർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഇടിച്ചക്ക സാമ്പാറും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കായാണ് കേട്ടോ. ഇത് എന്താ പറയാ, ഇത് മൂത്തിട്ടില്ല അധികം. മൈസൂർ കായെന്ന് പറയും ഞങ്ങള്. പക്ഷെ ഇതുകൊണ്ട് ഉപ്പേരി വെച്ച നല്ല സ്വാദാട്ടോ. അവർക്ക് സ്വപ്നയ്ക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ അതിന് 2 ചീർപ്പ് കൊണ്ടുവന്നതിന്റെ ബാക്കിയുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് ഒരു ഉപ്പേരിയും പിന്നെ ഞാൻ ഓണത്തിന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കായ്പയ്ക്ക കൊണ്ടൊരു സാലഡ്, അതും ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. അതിപ്പോ ഞാൻ കായ്പയ്ക്ക മുളകും ഇതൊക്കെ പെരട്ടി ഉപ്പൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വറക്കല്ലെങ്കിൽ മറ്റേതിൽ വെച്ചിട്ട് അവള് ചെയ്യുണ്ടാവും. അപ്പൊ അതാണ് ഇന്നത്തെ മെനു. ഇന്നിപ്പോ എന്താ വെച്ചാല് ഞങ്ങള് രാവിലെ അമ്പലത്തിലൊക്കെ പോയി. മാഗിയുടെ പിറന്നാളാണ്. അപ്പൊ പണ്ടൊക്കെ അമ്മ പറയും, പിറന്നാളിനൊന്നും കുട്ടികൾ വീട്ടിലില്ലെങ്കിലും നാളികേരം അരച്ചിട്ടൊരു കൂട്ടാനും പപ്പടും കാച്ചണം. എന്താ അറിയില്ല അതിൻ്റെ ഒരു ഇത്. അപ്പൊ ഒന്ന് നാളികേരം അരച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. അപ്പൊ ആദ്യം ഈ പരിപ്പ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇത് നുറുക്കട്ടെ. വരണം. 1 രാവിലെ ഒരു ഇടിച്ചക്ക കണ്ടപ്പോ പൊട്ടിച്ചതാട്ടോ. ബാക്കി പകുതി നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കി. അതിന്റെ ബാക്കി പകുതി നമ്മൾ പൊട്ടിച്ചതാട്ടോ. അതിന്റെ ബാക്കി പകുതി നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ ഇത് കാഷ്ണം ഇത് നുറുക്കട്ടെ. അപ്പൊ ഇത് കാഷ്ണം ഇത് നുറുക്കട്ടെ.
നല്ല ടേസ്റ്റ് അത്. ഈ കാലമായാലേ പച്ചക്കറികളൊന്നും അധികം മേടിക്കണ്ട. എന്താ വെച്ചാൽ ചക്ക, മാങ്ങ, വെള്ളരിക്ക. അല്ല ഇപ്പൊ എന്താ വെച്ചാൽ പണ്ടത്തെ മാതിരിയല്ലല്ലോ, എല്ലാ സാധനവും ലോകം മുഴുവൻ കിട്ടാൻ തുടങ്ങി, നമ്മളെ നാട്ടിലെ സാധനം. അപ്പൊ ആൾക്കാർക്കും ഇപ്പൊ പണ്ടൊക്കെ നാട്ടിൽ വരുമ്പോഴേ ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അതല്ല, ഇപ്പൊ കാശ് കുറച്ച് കൂടുതൽ. ഇപ്പൊ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ഇടണം. ഇടിച്ചൊക്കെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിക്കണേ. എന്നിട്ട് അത് നമ്മൾ സാമ്പാർ വെക്കുന്നതിന് മാതിരി തന്നെ, പക്ഷെ എന്താ പറയാ, കഷ്ണം ഇടിച്ചൊക്കെയാണെന്ന് മാത്രം. തക്കാളി ഉണ്ടോ? ഇതിൽ തക്കാളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ ഉപ്പ്. ഇനി ഇതൊരു 2 വിസിൽ വരുന്ന വരെ വേവിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മസാല വറുക്കാൻ പോവാണ്. ഇത് ഞാൻ മസാല പൊടിയല്ല കേട്ടോ ഇടുന്നത്, ഞാനത് അങ്ങനെ ഹോൾ തന്നെ ഇടുന്നത്. അപ്പോൾ ഇതിനൊരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലി. ഇതിനൊരു പ്രത്യേക സ്വാദാണ് ഈ എന്താ പറയുക, സാമ്പാറിന് ഒരു പ്രത്യേക സ്വാദാണ് നമ്മൾ മസാല വറുത്ത് പൊടിച്ചിട്ടുണ്ടാക്കുമ്പോൾ. ഒരു 5 സ്പൂണ് മസാല മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ, പൊടിയല്ല മല്ലി. അത് നന്നായി വറുക്കണം. കുറച്ച് എണ്ണയും കൂടി പാരണം കേട്ടോ, വെറുതെ ഇങ്ങനെ കട്ടിയിട്ട് വറുത്തിട്ട് ഇപ്പം പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് എണ്ണ പാർന്നിട്ട് വറുക്കുക. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഉലുവയും കൂടി ഇടുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ കൂടെ കായം കൂടി വേണം. അപ്പോൾ ഇത് കായം പൊടിയാണ് ഇവിടെ ഉള്ളത്, അതിപ്പോൾ ഇതിലിടാൻ പറ്റില്ല. അപ്പോൾ ഞാനത് കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടുകയും ചെയ്യുള്ളൂ കേട്ടോ. ഇത് നന്നായി വറുത്ത് പൊടിച്ച് നാളികേരം വറുത്തതും കൂടി ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ സാമ്പാറിന് ഒരു പ്രത്യേക സ്വാദം നമ്മുടെ പൊടി ഇട്ടുണ്ടാക്കുന്നേക്കാളും. ഇത് വല്ലാതെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കരുത് കേട്ടോ, ഒന്ന് സിമ്മിലാക്കിയിട്ട്. എന്നാൽ വല്ലാതെ സിമ്മും ആവരുത്. ഇങ്ങനെ ഇതിങ്ങനെ പൊട്ടാൻ തുടങ്ങും. ഇതെടുക്കുമ്പോഴേ ഇതിങ്ങനെ പൊട്ടും കണ്ടോ. ഇതൊന്നും കൂടി ആവണം കേട്ടോ, എന്നാലേ അത് ശരിക്ക് ഇതിപ്പോ നല്ല മണം വരുന്നുണ്ട്. ഇത് നല്ല ആയിട്ടോ. ഇനിയിപ്പോ ഓഫ് ചെയ്തു. ഇനി ഇരുമ്പ് ചീനച്ചട്ടി ആയ കാരണം ഇത് ഒന്നും കൂടി ഇതിൽ തന്നെ ആവും. അപ്പൊ അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോഴേ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ പൊടിയാവും. അതാണ് ഇതിന്റെ മൂപ്പ് എന്ന് പറഞ്ഞാൽ. മറ്റേ നമ്മള് പച്ചയാവുമ്പോ അത് പൊടിയില്ല. ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇത് ഉണ്ട്, അതിങ്ങനെ പൊട്ടിച്ചുണ്ടോ പൊടിഞ്ഞു. ചെടികളുടെ മടിക്ക് പോളാക്കി ഒന്ന് മിക്സിയിൽ കൊടുത്തത് കേട്ടോ. ഇതൊന്ന് വറക്കണല്ലോ. അതൊന്ന് വറക്കണം. നാളികേരം അധികം വേണ്ട, കുറച്ച് മതി. കുറച്ചല്ലേ, നമ്മൾ എത്ര സാമ്പാർ ഉണ്ടാക്കുന്നു അതിനനുസരിച്ചിട്ട് കേട്ടോ. ഇതൊന്ന് ചെറുക്കനെ വറുക്കണം. ഇതിലേക്ക് 2 ചെറിയ ഉള്ളിയും കൂടി ഇടണേ. 2 കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇടണം. കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടു. ഇത് നന്നായി നന്നായി ഒന്ന് മൂക്കണം. നാളികേരം നല്ല മൂത്തിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യണം. മുളകും മല്ലിയും വറുത്തത് ആദ്യം ഒന്ന് പൊടിക്കണം. മുളക് നന്നായി പൊടിഞ്ഞു. ഇനി ഇതിലേക്ക് മണല്ലേ. ഇനി ഇതിലേക്ക് നാളികേരം വറുത്തതും കൂടി കൂട്ടി പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തില് പുളി വെള്ളത്തിലിട്ട് നല്ലോണം പിഴിയുണ്ട്. ഇത് ഇപ്രാവശ്യം കുരുകുത്തിയ പുളി കേട്ടോ, അതുകൊണ്ടത് ഇത്ര കളറുണ്ടാവില്ല. പുളി കുരുമുളക് ഒക്കെ 2 ആൾക്കും നാട്ടിൽ നിന്ന് കൊണ്ടുവരും. എന്താ വെച്ചാൽ ഇതൊക്കെ ഇവിടുന്ന് മേടിക്കുമ്പോഴേ ഇത്ര നല്ല സാധനങ്ങളൊന്നും ആവില്ല. പ്രാവശ്യം വെളിച്ചെണ്ണ കൊണ്ടുവരാൻ മറന്നുപോയി അല്ലേ. എന്താ ഇവിടെ വെളിച്ചെണ്ണ വില? ഇവിടെ ആട്ടണ മില്ലൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ 400 രൂപയൊക്കെയാണ് വില. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നാട്ടിൽ നിന്ന് നാളികേരൊക്കെ കൊണ്ടുവന്നിട്ടാ പോലെ ആട്ടിന്. അപ്പൊ അത് കൊണ്ടുവരാൻ മറന്നു പ്രാവശ്യം. കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പുളി പാരണം. ഇളച്ചുട്ടോ. ഇനി ഇതിലേക്ക് മസാല പാരയാണ്. നമ്മള് വറുത്തരച്ച സാമ്പാറായോണ്ടേ നല്ല മണം.
പൊടി ഇടുന്നേക്കാളും മണമാണ്. ഇതിനിപ്പോൾ അമ്മീമിൽ അരക്കി വെച്ചാൽ അതിന് വേറൊരു ടേസ്റ്റ് കേട്ടോ. പിന്നെ കൽച്ചട്ടിയിൽ വെക്കുക, ഇതൊക്കെയാണ് പണ്ടത്തെ എന്താണ് കറികളുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത്. ഇങ്ങനെയാണ്. അതൊന്നും ഇപ്പോൾ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതിലേക്ക് കായ ഇടുന്നുണ്ട് എന്നിട്ട് പൊടി ആയതുകൊണ്ട് കുറച്ച് മണം ഉണ്ടാവില്ല. ഇത് നന്നായി തിളക്കട്ടെ. തിളച്ചു. ഉപ്പ് കുറച്ചും കൂടി വേണം കേട്ടോ. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതിലൊന്ന് വറുത്തിടണം. മുളക്, കടുക് നന്നായി പൊട്ടട്ടെ കേട്ടോ. കടുകെല്ലാം പൊട്ടി 2 കരുവേപ്പിൻ്റെ അങ്ങനെ സാമ്പാർ റെഡിയായി. നല്ല മണമുണ്ട് കേട്ടോ. ഈ ഇടിച്ചക്ക സാമ്പാറിന് പ്രത്യേക ഒരു മണമാണ്. ഇതിൽ നമ്മൾ മല്ലിച്ചപ്പൊന്നും ഇടില്ല. വെണ്ടയ്ക്ക സാമ്പാർ അങ്ങനെയൊക്കെ ഉള്ളതിലെ മല്ലിച്ചപ്പ് ഇടാറുള്ളൂ കേട്ടോ. ഇനി കായപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത്. ഓലൊന്ന് കളയണേ. ഇതെന്താ വെച്ചാൽ മൂക്കാത്ത കാരണേ. കായൊക്കെ നുറുക്കി ഇനി ഇത് ചീനച്ചട്ടിയിൽ ഇടുന്നുണ്ട്. ഇതിൽ വേവാനുള്ള വെള്ളം മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ അതങ്ങനെ ഉടഞ്ഞു പോകും. ഒരു 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് വേവിക്കുക. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇളക്കട്ടെ. ഇതിനെ ഒന്ന് സിമ്മിൽ കിടന്നോട്ടെ കേട്ടോ. അങ്ങനെ കിടന്നിട്ടത് നീര് വലിയാന്ന് പറയില്ലേ, അങ്ങനെ ആകുമ്പോൾ നല്ല ഡ്രൈ ആവും. അപ്പോൾ ഇതൊന്നും അവിടെ കിടക്കട്ടെ. നാടൻ ഉപ്പേരി കേട്ടോ. പണ്ടത്തെ കളറ് നോക്കണ്ട കേട്ടോ. ഇതെന്താ വെച്ചാൽ ഇവിടെ അടുത്തുള്ള എല്ലാം കാസ്റ്റേനാണ്. അപ്പോൾ കളർ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇനി ഇതിൽ നമുക്ക് വെറുതെ വെളിച്ചെണ്ണ പറഞ്ഞാലും മതി, അല്ലെങ്കിൽ കടുക് വറുത്തിടും ചെയ്യാം. അപ്പോൾ എന്താ വേണ്ട? കടുക് വറുത്തിടണോ വെളിച്ചെണ്ണ പറഞ്ഞു? വേറെ വെളിച്ചെണ്ണ പറഞ്ഞാൽ അതെനിക്കിഷ്ടം വെളിച്ചെണ്ണ. ഈ കറുത്ത കളർ പണ്ട് അമ്മമ്മ ഉണ്ടാക്കുമ്പോ എങ്ങനെ ഉണ്ടാവാം അല്ലെ? ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയ ഈ കറുത്ത കളർ ഉണ്ടാവും. അത് ഉണ്ടാക്കി ഉടനെ അപ്പെടുത്ത് മാറ്റിയാൽ മതി. പക്ഷെ ഉപ്പേരിയൊക്കെ ഇങ്ങനെ ഇതാണ് നല്ലത്. അതിന് അയൺ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയാ. ഈ കയ്പയ്ക്കും കൂടി ഒന്ന് വറുക്കണം കേട്ടോ. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ ഊണ് ഓരോ ദിവസങ്ങളായിട്ട് ഓരോ ഊണുകളാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യല് ഇടിച്ചക്ക സാമ്പാർ. എൻ്റെ ഫേവറേറ്റ് ആണ് ഇടിച്ചക്ക സാമ്പാറും കുന്നങ്കായുടെ അല്ല കുന്നങ്കായ അല്ലേ മൈസൂർക്കായ. ചില പേര് ചോദിച്ചിരുന്ന എന്താ കുന്നങ്കായ പറഞ്ഞ എന്താ? കുന്നങ്കായ കായകൾ പല വിധത്തിലുണ്ട്. കുന്നങ്കായ ചില സ്ഥലത്തേക്ക് വേറെ. മൈസൂർക്കായ്ക്ക് നമ്മുടെ അവിടെ പറയുള്ളൂ മൈസൂർക്കായ. അതുപോലത്തെ ഒരു പേരാണ് കുന്നങ്കായ. കുന്നങ്കായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കുട്ടികൾക്കൊക്കെ പൊടിച്ചു കൊടുക്കില്ലേ, കൊടുക്കിന് പകരം ആദ്യം കൊടുക്കുക. അതാണ് നമ്മൾ അവിടെയൊക്കെ. എന്താ വെച്ചാൽ അതിന്റെ കറ വയറ്റിലേക്ക് ചെല്ലണം എന്നൊക്കെ. അതിന്റെ പഴം നല്ലതാണ്. ഇതിന്റെ പഴം നല്ലല്ല, അപ്പത്തിനൊക്കെ പാളയംകുടം പഴല്ലേ. പക്ഷെ ഇതിന്റെ ഉപ്പേരി നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇത് എന്തിനാ ഇതുപോലെ വെറുതെ സാലഡ് ഉണ്ടാക്കി. മറ്റേ ഇതുപോലെ പച്ചടിയുടെ വേറൊരു രൂപം. ഓക്കെ. അപ്പൊ ഇത് ഫ്രൈ ചെയ്യാൻ ഒരു 3 മിനിറ്റ് ഒക്കെ നമുക്ക് എയർ ഫ്രയറിൽ വെച്ചാൽ മതിയാവും. ഒന്ന് തിരിച്ചിടാം, എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഒരു 2 മിനിറ്റും കൂടെ വെച്ചാൽ മതിയാവും. 180 ഡിഗ്രി അല്ലെങ്കിൽ 200 ഡിഗ്രിയിൽ കേട്ടോ. എണ്ണ വേണ്ട. വേണമെങ്കിൽ ഒന്ന് നമുക്കൊരു സമാധാനത്തിന് വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് വെണ്ടയ്ക്ക എല്ലാതരം ഉപ്പേരി. ഒരു ഉള്ളിയും 2 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഉപ്പിടണം. ഉപ്പ് ഓൾറെഡി ഞാൻ ആ കയ്പക്കയിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അധികം വേണ്ട. ഒരു 1/4 സ്പൂൺ ഉപ്പ് ഇടുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് തൈര്. ഈ തൈര് പറയുന്നുണ്ട് കേട്ടോ. തീരെ പുളിയില്ലാത്ത തൈരാണ്. എല്ലാം യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് ഈ കയ്പയ്ക്ക എയർ ഫ്രയറിൽ വറുത്തത് ഇടണം. ഇത് നല്ല മൊരിഞ്ഞുകൊണ്ടോ, ഒരു തുള്ളി എണ്ണ ഇല്ല. ഇതിപ്പോൾ നമ്മൾ വറുത്ത് വെച്ചാലും ആ സമയത്ത് തൊടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ തൈരിൽ കിടന്നിട്ട് പിന്നെ അതിങ്ങനെ അതിൻ്റെ ഇത് ക്രിസ്പിനെസ് പോകും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന നേരത്തെ ഇതിലിടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി
എന്താ ലാസ്റ്റ് മുളക് വറുക്കട്ടെ കേട്ടോ. ഇന്നത്തെ ഊണിന് മുളക് വറുത്തതും കൂടെ. വേടിക്കണ മുളകേ ഉം. ഭയങ്കര ഉപ്പാവും പറയാ. നിമിത്തക്കുട്ടിക്ക് കായോ പേര് തരട്ടെ. കുറെ കാലമായി ഇങ്ങനെ മല്ലി വറുത്തരച്ചിട്ട് പൊടിയാണ് സാധാരണ. എന്നാ മാങ്ങയും കൂടി ഉണ്ട്, പഴുത്ത മാങ്ങ. ഒഴിഞ്ഞോ? കഴിഞ്ഞു. ഇവര് വെയില് വരുമ്പോ തരാട്ടോ വിത്തോ. അത് ശരിയാ, ചക്കക്കുരു വേണം. എങ്ങനെയുണ്ട് സാപ്പാട്? വെറൈറ്റി ഷാപ്പ്. ഇതാണോ സിമ്പിള്? മീനില്ലാന്നുള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വിഭവങ്ങൾ ഇഷ്ടമായാൽ അഭിപ്രായം പറയാ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.